അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരഡി മതസ്പർദ്ധ വളർത്തുന്നുവെന്ന കേസുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വശത്ത് ഇടതുപക്ഷം മാത്രമായി. കോൺഗ്രസും മുസ്ലിം ലീഗും പ്രചരിപ്പിക്കുന്ന പോറ്റിയെ കേറ്റിയെ എന്ന ഗാനത്തിന് സംഘപരിവാറിൽ നിന്നും ശക്തമായ പിന്തുണയാണ്. ഹൈന്ദവാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീവ്ര നിലപാടെടുക്കാറുള്ള സംഘപരിവാർ സംഘടനയായ ഹിന്ദു ഐക്യവേദി പാരഡി ഗാനത്തിൽ ഭഗവാൻ അയ്യപ്പനോടുള്ള അവഹേളനം കാണുന്നില്ല. ഇതര മതസ്ഥർ എഴുതിയ പാട്ടും ഉദ്ദേശശുദ്ധിയും നല്ലതാണെന്ന് ഹിന്ദു ഐക്യവേദി നിലപാടെടുത്തു. അതിനകത്ത് ഒരു വരി പോലും അയ്യപ്പനെ അപമാനിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അയ്യപ്പ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. ശബരിമലയിൽ യുവതികളെ കയറ്റി ആയിരങ്ങൾ കരഞ്ഞപ്പോൾ വേദനിക്കാത്തവർക്ക് ഈ പാട്ട് കേട്ട് വേദനിച്ചെങ്കിൽ അത് അവനവന്റെ കുറ്റബോധമാണ്, മറ്റൊന്നുമല്ല എന്നാണ് പറയുന്നത്. ഇനി അയ്യപ്പ ഭക്തിഗാനത്തിന്റെ ഈണം പാരഡിയിൽ ഉപയോഗിച്ചതാണ് ആർക്കെങ്കിലും തെറ്റായി തോന്നുന്നതെങ്കിൽ അത് സ്വർണം കട്ടതിനേക്കാൾ വലുതല്ലെന്ന് ഹിന്ദു ഐക്യവേദി നിലപാട് വിശദീകരിക്കുന്നു. വരികളിൽ തെറ്റില്ല, ഉദ്ദേശശുദ്ധിയിൽ തെറ്റില്ല. BJPയും പാരഡി ഗാനത്തെ തള്ളുന്നില്ല. മാത്രമല്ല, ശബരിമലയിൽ ആചാരലംഘനം നടത്തിയവർ ഇപ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യമെടുക്കുന്നതിലെ കാപട്യവും BJP ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തോന്നിയത് ഇതിൽ വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്. വിശ്വാസത്തിനെ കുറിച്ച് ഇത്രയും വലിയ താല്പര്യമുള്ള ആളുകൾ ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് എന്തിന് നേതൃത്വം നൽകി? ആ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സ്വർണം കട്ടതാണ് വിശ്വാസികളെ വേദനിപ്പിച്ചതെന്ന് പറയുന്ന BJP പാരഡിയിലെ വരികളെ ശരിവയ്ക്കുകയാണ്. പാരഡി ഗാന വിഷയത്തിലെ നിലപാടിന്റെ കാര്യത്തിൽ സംഘപരിവാർ അനുകൂല ഹിന്ദു സംഘടനകൾക്കിടയിലെ ഭിന്നതയും വ്യക്തമായി. സർക്കാരിനും CPM-നും കിട്ടിയ അപ്രതീക്ഷിത പിന്തുണ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നായിരുന്നു. അയ്യപ്പസ്വാമിയെയും മോഷണത്തെയും കൂട്ടിക്കെട്ടി ഇങ്ങനൊരു പാരഡി ഗാനം ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. ഹിന്ദു സമാജം ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ ചെറുക്കുകയും എതിർക്കുകയും വേണം. പാരഡി ഗാന വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സർക്കാർ അനുകൂല നിലപാട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പ്രധാന ആയുധമാക്കിയ പാരഡി ഗാനം ഫലം വന്നപ്പോൾ LDF-ന് കനത്ത പ്രഹരമായി. 4 മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനാൽ രാഷ്ട്രീയത്തിനപ്പുറം ശബരിമല വിശ്വാസികളുടെ വിഷയമായി പാരഡി ഗാന വിഷയം ഉന്നയിക്കാനാണ് സംഘപരിവാർ സംഘടനകൾ ആലോചിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.